ഷാനിക്ക എന്തോ ഹരിച്ചേട്ടാ എന്തോ ഹരിച്ചേട്ടന്റെ കണ്ണ് മൊത്തം ആ സീറ്റിലേക്കാ. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു. ആരാ ഇന്ന് ആരാ ഇന്ന് വരുന്നേന്നുള്ള ഒരു ഇതല്ലേ ആകാംക്ഷ ടെൻഷൻ. ഇത് സൂക്ഷിച്ചോ, രണ്ടുപേരും അടിച്ചങ്ങട് താഴെ ഇടും. ഗുസ്തിയുടെ ആരെങ്കിലും ആണോ വരണേ? അങ്ങനെയല്ല, ഒരു എനർജി പാക്കറ്റിനെയാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. ആണോ? ഫുൾ എനർജി ആയിട്ടുള്ള ഒരാളെ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പൊ എന്റെ ആങ്കറിംഗ് കരിയറിൽ തന്നെ ഞാനൊക്കെ ഭയങ്കര റോൾ മോഡൽ ആയിട്ട് കാണുന്ന ഒരാളാണ്. എനിക്കിപ്പോ എടുത്തു പറയാനാണെങ്കിൽ ഇനി ഞാൻ ആദ്യം അത് പറയും. അസാധ്യ സിംഗറാണ്. അഭിനയിക്കും. സകലകലാ വല്ലഭ്യാണ്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും പറയല്ലോ മൾട്ടി ടാലന്റഡ് എന്നുള്ളൊരു കാറ്റഗറി, അതില് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് മാത്രല്ല വായിന്ന് വരുന്ന കൗണ്ടറൊക്കെ ഉണ്ടല്ലോ. പിന്നെ അത് മാത്രല്ല, നമുക്കിപ്പോ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ട് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിന് പറ്റിയ ഒരാളും കൂടെയാണ്. എന്നുവെച്ചാൽ എനിക്കൊന്ന് ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു ക്വീൻ ആണ് ആള്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഒരു ക്ലൂം കൂടെ തരട്ടെ. ഫാസ്റ്റ് ട്രാക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു മാസത്തിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. മാസത്തിന്റെ പേരോ? ചിങ്ങം. മനസ്സിലായി മോളെ, മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. അപ്പൊ ഞാൻ വിളിക്കട്ടെ നമ്മുടെ സ്വന്തം റിമി ചേച്ചി. ലെറ്റ്സ് വെൽക്കം റിമി ടോമി. ഹലോ, നമസ്കാരം. നമസ്കാരം. പല ഇൻട്രോയും കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നീണ്ട കൂടെ ഞാൻ അങ്ങനെ ആസ്വദിച്ച് നിൽക്കായിരുന്നു. ഈ കൊച്ചിന് ഞാൻ എന്ത് കൊടുത്താലും മതിയാവില്ല. ചക്കരക്കുട്ടി എന്തായാലും ഇച്ചിരി കൂടി പോയി. പക്ഷെ ചേച്ചിക്ക് അതങ്ങ് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത്രയൊന്നും ഇല്ല കേട്ടോ. പണ്ടൊക്കെ ഒരു പുലിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ല, ഒരു പല്ല് കൊഴിഞ്ഞ സിംഹം. എല്ലാ പല്ലും ഉണ്ട്, പക്ഷെ എല്ലാം വെപ്പാണ്. എല്ലാം വെപ്പാണ്. നിങ്ങൾ സത്യം വിശ്വസിക്കരുത്, എല്ലാം ഒറിജിനൽ പല്ലാണ് കേട്ടോ. അങ്ങ് അറ്റത്തെ ഒരു രണ്ടെണ്ണം ഇല്ല, ഈ മോളിൽ തന്നെ ഇടല്ലോ ചേട്ടോ, 4 പല്ലില്ല. ചിലവർക്ക് ഈ പല്ല് ഡെന്റിസ്റ്റ് ആണോ? അറിയില്ലേ? നീ വായി നോക്കിയാന്നറിയാം, പക്ഷെ ഡെന്റിസ്റ്റ് ആണെന്ന് കേട്ടില്ല. അതിൽ ഞാനൊരു ബിരുദം നേടിയവനാ. ഡോക്ടർ കെ.എസ്. ഹരിശങ്കർ ആണിത്. അതെ അതെ. ആണോ? ഡെന്റിസ്റ്റാ. എനിക്ക് ഇവരുടെ മുന്നിൽ നിൽക്കാനാണ് പേടി. കുട്ടിക്ക് ഇവരെ ശരിക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഇവരെ ശരിക്കും അറിയാം. എനിക്ക് ഇവരുടെ മുന്നിൽ നിൽക്കാനാണ് പേടി. ഇരിക്കുന്നുണ്ടോ? ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? റിമി ശരിക്കും ഞെട്ടാൻ പോവാണ്. പിള്ളേർ ഒരു രക്ഷയില്ലാത്ത വന്ന പാടെ ഇവരതാ പറയണേ, എന്നെ ഞെട്ടിക്കും, എന്നെ ഞെട്ടിക്കും, ഞെട്ടി 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 ഞാൻ ഒരു വഴിയാവും. അപ്പൊ ഞാൻ പറഞ്ഞു ഞെട്ടും എന്ന്. ഇനി ഞങ്ങളുടെ ഇവിടെ അങ്ങോട്ട് ഫുള്ള് എനർജി ആയിരിക്കും, നമ്മൾ പൊളിക്കും. അതെ. പിന്നെ ചേച്ചി വരുമ്പോ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? കാരണം ഞാനൊക്കെ ഈ ചേച്ചിയുടെ എന്തെങ്കിലും സാധനം കൊടുക്കുക, അതിൽ പിടിച്ചു നിൽക്കട്ടെ കൊച്ചു. തുടങ്ങി മോളെ. യൂട്യൂബ് ചാനലില് കവർ സോങ്സിന്റെ ബഹളാണ്. അങ്ങനെയൊന്നുമില്ല. അതിനുള്ള പ്രചോദനം തന്ന ആരാണ്? നീ ആയിരുന്നാ? കൊള്ളാം, ഞാൻ പോവാണ്. ശരിയാ 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 സത്യം. കാരണം മറ്റേ ഒരു 2 പാട്ടുകളുണ്ടല്ലോ, ജിയാ ജലയും മിഴിയറിയാതെയൊക്കെ ഭയങ്കര മില്യൺ വ്യൂസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര പ്രചോദനം കിട്ടി കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാടാ, ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് കണ്ട് ഇൻസ്പിറേഷൻ കിട്ടി. സത്യം സത്യം സത്യം. ഇൻസ്പിറേഷൻ അല്ല, ഞാൻ ആക്ച്വലി ഇങ്ങനെ പറഞ്ഞു റിമിയെടുത്ത്, റിമിക്കും കൂടി ചെയ്യാൻ നല്ല രസമായിരിക്കും. അങ്ങനെ ഞാനൊരു പുഷ് കൊടുത്തായിരുന്നു. അങ്ങനെ കുറെ നല്ല കവേഴ്സ് റിമി പാരലലി ഷോസിന്റെ കൂടെ ചെയ്തിരുന്നു. പണ്ട് ചേച്ചിന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന. അല്ല, അത് ഞാൻ മനഃപൂർവ്വം കട്ട് ചെയ്തു. അല്ല, കുഴപ്പമില്ല. വെറുതെ പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയപ്പോൾ ഞങ്ങൾ ഓക്കെ. എനിക്ക് ചേച്ചിയുടെ കവർ സോങ്സിൽ ഭയങ്കര ഇഷ്ടമാണ് നാടോടി പൂത്തിങ്കൾ. ഇഷ്ടമാണ്. ഞാൻ നിനക്ക് വേണ്ടി അത് പാടിത്തരും. ഞാൻ തരും. പാരിജാതം പൂത്തിറങ്ങും പാതിരാതീരത്തിൻ മുന്നിൽ വെള്ളിയാമ്പൽ തിരികൊളുത്തും തിങ്കളായി നിൽപ്പൂ നീ മാത്രം. ആദ്യമായൻ കവിളിലേതോ കൂവളപ്പൂക്കൾ കണ്ടു. നീരാഗതാരം നോക്കി നിൽക്കെ സ്നേഹമായി തൊട്ടു നിൻ കൈകൾ. നീ മൂളും പാട്ടിൽ മുങ്ങി, നീ നീട്ടും മുത്തം വാങ്ങി, ആരും കാണാതുള്ള
കസവും കൊണ്ടൊടുത്തും പുഴയിന്നൊരു നാടൻ പെണ്ണായോ കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളിയില് കര കസവും കൊണ്ടൊടുത്തും പുഴയിന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരിൻ തീരാമധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടേ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു. ശരിക്ക് ഇത് നമ്മുടെ ഇഷ്ടപ്പെട്ട ആളെ അല്ലെങ്കിൽ ഒരു ബോയ് അല്ലെങ്കിൽ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു പുരുഷനെ വിചാരിച്ച് പാടില്ല. ഒരുപാട് ഇത് ഗേളായി പോവുകയും ചെയ്തു. നമ്മളിത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. സോറി, പക്ഷെ ഞങ്ങളങ്ങ് ചെയ്തു. ഇതൊരു പുരുഷനാന്ന് ഞങ്ങൾ വിചാരിച്ചു. അതെ, ഞങ്ങളും അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഒരു കുഴപ്പമില്ല എനിക്ക്. ഇടയ്ക്ക് തീഗോളങ്ങളൊക്കെ വന്നപ്പോഴേ ഞാനോർക്കുള്ള അതിർത്തിയിലായിരിക്കും യുദ്ധം നടക്കുമെന്നൊക്കെ നമ്മള്. എനിക്ക് പ്രത്യേകം പറയാം, നടന്നു പോകുമ്പോ ചേച്ചി കറക്റ്റ് സെന്റർ പിടിച്ച് വെക്കും. അതെ അതെ, സെന്റർ പിടിച്ചിട്ട് പോന്നോ അല്ലെങ്കിൽ കരിഞ്ഞു ഷവായിയാവും. ഓക്കെ ചേച്ചി, ഞാൻ അങ്ങോട്ട് വെൽക്കം റിമി ചേച്ചി, സൂപ്പർ സ്റ്റാർ. ഞാനോർത്ത് ഇനി ഇവിടെ വന്നിട്ട് ഇനി എങ്ങനെ അങ്ങോട്ട് നിന്റെ അറ്റം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ.